അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ വീട്ടുകാരെല്ലാവരും കൂടിയിട്ട് ചെറിയൊരു തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ യെസ്, അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ കോളാണ് വന്നത് ബാങ്കോക്കിലേക്കുള്ളത്. ബാക്കി വിശേഷങ്ങൾ ഞാൻ വഴിയെ പറയാട്ടോ. എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ? അപ്പം ഞാൻ പറഞ്ഞൂലേ ഞാൻ നമ്മുടെ വീട്ടുകാരുടെ ഒപ്പം പോകുന്നത് എന്നുള്ളത്. വീട്ടുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തുണിയുടെ ഫാമിലിയും എൻ്റെ ഫാമിലിയും അടക്കം 8 പേരായിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ ട്രിപ്പ് പോയേ. നമ്മുടെ കാറിൽ തന്നെയായിരുന്നു എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അത് അവിടെ തന്നെ പാർക്ക് ചെയ്തു. നമ്മൾ ജസ്റ്റ് 6 ഡേയ്സിന് വേണ്ടിയിട്ടാണ് തായ്ലാൻഡിലേക്ക് പോകുന്നത്. വളരെ പെട്ടെന്നാണ് ഈ ഒരു ട്രിപ്പ് ഉണ്ടായത്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാം ബുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കുന്നത്, നമ്മുടെ ജിയോന് പാസ്പോർട്ട് ഇല്ല എന്നുള്ളത്. ആശ മാത്രമാണ് ഇൻ്റർനാഷണലായിട്ട് ട്രാവൽ ചെയ്യാത്തതുണ്ടായിരുന്നുള്ളൂ. സോ എല്ലാം ചെയ്ത് നമ്മൾ അർജൻറ്റ് പാസ്പോർട്ടിനൊക്കെ കൊടുത്ത് നമ്മൾ ട്രിപ്പ് പോകുന്നതിനേക്കാളും ജസ്റ്റ് 1 വീക്ക് മുൻപാണ് കേട്ടോ അവന് പാസ്പോർട്ട് കിട്ടുന്നത്. നമ്മൾ പോകുന്നത് തായ് എയറിലാണ്. അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ലഗേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ 7 kg തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. ലെസ് ലഗേജ് ആണെങ്കിൽ മോർ കംഫർട്ടാണ് എന്നാണല്ലോ പറയാറ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ എത്തി തായ്ലാൻഡ്. വെൽക്കം ടു തായ്ലാൻഡ്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഫ്ലൈറ്റൊക്കെ സ്മൂത്തായിട്ട് വന്നു. ഇനി ഓഫ് കോഴ്സ് നമ്മുടെ ഫോട്ടോ എടുക്കണമല്ലോ. എനിക്ക് അങ്ങനെ ഫോട്ടോ എടുക്കാൻ അത്ര ഭ്രമമില്ല എന്നുണ്ടെങ്കിലും എല്ലാ വട്ടം ഞാൻ ഫോട്ടോ എടുക്കാതെ വരുമ്പോൾ എനിക്ക് മീൻസ് തംബ്നെയിലിനുള്ള ഫോട്ടോ കിട്ടാറില്ല. സോ ഈ വട്ടം ഞാൻ എല്ലാവരും ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എന്തായാലും നല്ല ഫോട്ടോ വേണം തംബ്നെയിലിൽ ഇടാൻ വേണ്ടിയിട്ടെന്ന്. സോ നമ്മൾ കിട്ടുന്നിടത്തുനിന്നൊക്കെ നല്ല ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അടുത്ത് നമ്മൾ എടുത്തത് സിം കാർഡായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ അൺലിമിറ്റഡ് നെറ്റ് വാങ്ങിച്ചു. സോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത്. നമ്മൾ 5 ഡേയ്സിൻ്റെ 399 ബാത്തിൻ്റെ പ്ലാനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ഇറങ്ങി വരുമ്പോൾ ഈ എയർപോർട്ടിൽ ഫുള്ളും ഇതേപോലത്തെ സിം കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരിക്കും. സോ ഒരെണ്ണം മിസ്സായി പോയി എന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷനൊന്നും അടിക്കേണ്ട. ഇഷ്ടം പോലെ ഷോപ്പുകൾ അവിടെ ഉണ്ട്. സോ അധികം തിരക്കില്ലാത്തടത്ത് നോക്കി നമുക്ക് ഇതെടുക്കാം. അങ്ങനെ നമ്മൾ തായ്ലാൻഡിലെത്തി. എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ കിട്ടി. നെക്സ്റ്റ് എൻ്റെ പേര് പിടിച്ച് പ്ലക്കാർഡ് പിടിച്ച ഒരാൾ നിൽക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആൾ നമുക്ക് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ പിന്നെ പാക്കേജാണ് ഫുള്ളും എടുത്തിരിക്കുന്നത്. സോ നമ്മൾ പാക്കേജിൽ പോകും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയൊരു ഓർക്കക്ഷീണുണ്ട്. കാരണം ഇന്നലെ ശരിക്കും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട്. പക്ഷേ നമുക്ക് ഫ്രഷപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ശരിയാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? യെസ്, അലീന ഷാജു. Yeah, first one. This one? Yeah, first one, yeah. How many person? 8. 8 person. What hotel are you going now? Location? Name? I think Pattaya is a package. Wait. നമ്മളിപ്പോൾ ഈ പേര് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കണ്ടില്ലേ, അതൊരു കോമൺ ഏരിയ ആണ്. വരുന്ന എല്ലാവരുടെ പേരുകളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരിക്കും. സോ അവരാണ് നമ്മുടെ ഡ്രൈവർമാരെയും അതേപോലെ ഗൈഡുമാരെയൊക്കെ വിളിച്ചിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾ എപ്പോഴാണ് വരിക എന്നൊക്കെ ചോദിച്ച് നമ്മളെ അവരായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നത് ഈ ടീമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എത്തിയ പാടെ തന്നെ അവർ ഡ്രൈവറെ വിളിച്ചു. അപ്പോൾ ഡ്രൈവർ ഇതാ വണ്ടിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 8 പേർക്ക് പോകാനുള്ള കാരണം കൊണ്ട് ഒരു വാൻ പോലത്തെ വണ്ടിയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഡ്രൈവർ എത്തി, നമ്മളെ പിക്ക് ചെയ്തു. നമ്മളെ അവരുടെ കയ്യിലേക്ക് ആക്കി കൊടുക്കുന്നതിനേക്കാളും മുൻപ് ആ ഒരു കോമൺ ഏരിയയിലുള്ള ആൾക്കാർ ഫോട്ടോ എടുക്കും. എന്നിട്ട് നമ്മുടെ ടൂർ ഗൈഡിന് അല്ലെങ്കിൽ ടൂറിൻ്റെ കോർഡിനേറ്റർ ആരാണോ അവർക്ക് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. എന്നിട്ട് വീണ്ടും ടൂർ ഗൈഡിന് അല്ലെങ്കിൽ ടൂർ കോർഡിനേറ്റർക്ക് അയച്ചു കൊടുക്കും നമ്മളെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. സോ എനിക്കിത് ഭയങ്കര നല്ല കാര്യമായിട്ട് തോന്നിയിട്ടോ. കാരണം ഭയങ്കര സെക്യൂരിറ്റി അല്ലേ നമുക്കത് തരുന്നത്. ഇറങ്ങിയ പാടെ നമ്മൾ നേരെ അയാൾ കൊണ്ടുപോയത് ടൈഗർ ടോപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഞങ്ങൾ വിചാരിച്ചത് നമ്മൾ നേരെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. പക്ഷെ അല്ല, കാരണം നമ്മൾ ഇന്ന് ബാങ്കോക്കിൽ നിന്നും പട്ടായയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് ഈ പറയുന്ന പ്ലേസ്. അപ്പോൾ ഇവിടെ ഇറക്കി ഇതും കണ്ടതിന് ശേഷം അങ്ങോട്ടേക്ക് പോകാം എന്ന് പറഞ്ഞു. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും തിരിച്ചു വരുമ്പോൾ കുറേ ടൈം എടുക്കും. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം എന്നുള്ളതാണ്. ടൈഗർ മാത്രമല്ല, ഇവിടെ കുറേ വേറെ ജീവിജാലങ്ങളൊക്കെ ഉണ്ട്. ജന്തുജാലങ്ങളൊക്കെ ഉണ്ട്. അതായത് ക്രൊക്കഡൈലുണ്ട്, പിന്നെ റാബിറ്റ്, പാമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒപ്പമൊക്കെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റും.
പറ്റും. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവർ പോയിട്ട് ഓരോ സ്ഥലത്തു നിന്നുള്ള ടിക്കറ്റ് എടുത്ത് നമുക്ക് തരും. അപ്പോൾ നമുക്ക് പോകാനായിട്ടുള്ള വണ്ടിയാണ് ഇപ്പോൾ ഈ വന്നിരിക്കുന്നത്. ഈ വണ്ടിയിൽ കയറിയിട്ട് വേണം നമ്മൾ ടൈഗറിൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാൻ പോകാനായിട്ട്. അല്ല ഇങ്ങനെ എഴുതി വെച്ചേക്കണേ. ഇതാണ് ഇന്ന്, ഇതാണ് ഇന്ന്, ഇതാണ് ഇന്ന്. ഇത് കൂടെ പോകേണ്ട വരും. ഹലോ ഹലോ യെസ്. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ വലിയ പുലി പോലെയാണ് പോയത് എന്നുണ്ടെങ്കിലും ടൈഗറിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പേടിയായിട്ടോ. അതൊക്കെ ഇങ്ങനെ അനങ്ങുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ഭയം വരും. അത് എല്ലാവർക്കും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് നല്ല ഭയം വന്നു കേട്ടോ. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ചേച്ചി ഒരു പാമ്പിനെ കഴുത്തിലിട്ട് നിൽക്കുകയാണ്. എനിക്കിത് ഫസ്റ്റ് മനസ്സിലായില്ല കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തല ഇങ്ങോട്ടേക്ക് ഇളകണ്. അപ്പോഴെനിക്ക് മനസ്സിലായി അത് പാമ്പാണ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ പാമ്പിൻ്റെ ഒപ്പം നമുക്കിങ്ങനെ കഴുത്തിലൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കാം. ഇത് ചെറുതിനെയാണ് ചേച്ചി കഴുത്തിലിട്ട് നിൽക്കുന്നത്. പക്ഷെ വലിയ പാമ്പുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ കാണാം ആ ഒരു ഗ്ലാസിൻ്റെ കൂടിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. ഇവിടെ നമുക്ക് കാശ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തിൻ്റെ ഒപ്പം നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിവര പട്ടിക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോകുന്ന വഴിയിലൊക്കെ ഈ ജീവികൾ ഇങ്ങനെ കൂട്ടിലിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. നമുക്ക് അവരെ ഇഷ്ടമുള്ളവരൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാം. പക്ഷെ ഞങ്ങൾ ആരൊപ്പം പോയി ഫോട്ടോ എടുത്തില്ല കേട്ടോ. എനിക്ക് അത്ര അതിനുള്ള ഒരു ധൈര്യമൊന്നും എന്നെ സംബന്ധിച്ച് എനിക്കില്ല. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമല്ല ഇത്, ലഞ്ച് കഴിക്കാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ ഇറങ്ങാൻ നേരം വൈകിയ കാരണം കൊണ്ട് നമ്മൾ നേരെ പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ ഈ ഡ്രൈവർ ചേട്ടൻ നമുക്കുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഒരു സ്റ്റിക്കർ തന്നു നമ്മുടെ മേത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അതൊട്ടിച്ച് നമുക്ക് കയറാം എന്ന് പറഞ്ഞു. വേറൊരു പ്രത്യേകത എനിക്ക് തായ്ലാൻഡിൽ തോന്നിയത്, നമുക്ക് എങ്ങനെ പോയാലും ഒരു ഇന്ത്യൻ ടച്ചുള്ള ഫുഡ് നമുക്ക് എവിടെ നിന്നായാലും കിട്ടും കേട്ടോ. എനിക്ക് തോന്നുന്നു കൂടുതലും ഇന്ത്യക്കാർ വിസിറ്റ് ചെയ്യുന്നത് കാരണം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എവിടെ ചെന്നാലും നമുക്കൊരു തമിഴ് സ്റ്റൈലിലെങ്കിലുള്ള ഒരു ഫുഡ് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് അവിടെ ഉണ്ടായിരുന്നത്. ഈ ഒരു റെസ്റ്റോറൻറ്റ് വരുന്നത് നമ്മുടെ ടൈഗർ ടോപ്പിയോൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ട് ടൈഗറെ കാണാനായിട്ട് പറ്റും. അതായത് ഈ റെസ്റ്റോറൻറ്റിൻ്റെ 2 സൈഡിലും ഇതേപോലെ ടൈഗർ നടക്കണതും അതേപോലെ വെള്ളത്തിൽ കളിക്കണതും കുളിക്കണതും ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഈ റെസ്റ്റോറൻറ്റും അതേപോലെ ഇവർ നടക്കുന്ന ഈ പാട്ടും തമ്മിൽ ഇവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ അതൊരു നല്ല കാര്യമാണ്. കാരണം ടൈഗർ ടോപ്പിയോൻ്റെ ഉള്ളിൽ നമുക്ക് ടൈഗറെ കണ്ടുകൊണ്ട് ഫുഡും കഴിക്കാം. ഇനി നമ്മൾ നേരെ പോകുന്നത് പട്ടായയിലേക്കാണ്. ബാങ്കോക്കിൽ നിന്നും പട്ടായയ്ക്ക് ഏകദേശം ഒരു 150 കിലോമീറ്റർ ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ റോഡ് മാർഗം നമ്മൾ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 hours അടുത്തൊക്കെയാണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അവർ പറഞ്ഞു ഈ ലഞ്ച് കഴിഞ്ഞിട്ട് ഹോട്ടലിലേക്ക് പോവാം എന്നുള്ളത്. സോ കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് എടുക്കാം, അതിനുശേഷം നമ്മൾക്ക് പിന്നീടുള്ള കാഴ്ചകളിലേക്ക് പോവാം എന്ന് പറഞ്ഞു അവർ. അപ്പോൾ എല്ലാവരും അത് മതി എന്ന് തന്നെ പറഞ്ഞു. കാരണം നമ്മുടെ തലേദിവസത്തെ ഉറക്കം ശരിയാവാത്ത കാരണം കൊണ്ട് ഫുഡ് കഴിച്ച് നേരെ പോയി കിടന്ന് ഉറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ. ഈ പാക്കേജിൽ തന്നെ ഫുഡും ഇൻക്ലൂഡഡ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലാതും ഇൻക്ലൂഡഡ് ആണ്. നമ്മുടെ ഫ്ലൈറ്റ്, ഫുഡ്, അതേപോലെ സ്റ്റേ, നമ്മൾ കറങ്ങാൻ പോകുന്ന സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകുന്നത്, അതേപോലെ അതിൻ്റെ ടിക്കറ്റ് എല്ലാം അടക്കമാണ് നമ്മൾ എടുത്തത്. കാരണം ഇനി അവിടെ ചെന്നിട്ട് വേറൊരു തലവേദന വേണ്ട എന്ന് നമ്മൾ വിചാരിച്ചു. നമ്മൾ 2 പേര് തന്നെയായിട്ട് പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ്. നമുക്ക് ഓടിച്ചാടി കയറി എല്ലായിടത്തേക്കും പോയി അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ഗ്രൂപ്പായിട്ട് പോകുമ്പോൾ നമ്മൾ എല്ലാവരുടെ കാര്യം നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ടിക്കറ്റ് എടുത്ത് പെട്ടെന്ന് ചാടി കയറാം, ഇതൊന്നും നമ്മളെ കൊണ്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പാക്കേജ് എടുക്കാം എന്നൊരു രീതിയിലേക്ക് എത്തിയത് കേട്ടോ. ഫുഡ് വേറെ ലെവലായിരുന്നു, അത് ഞാൻ എടുത്ത് പറയാം. കാരണം 3 സെറ്റ് മീൽ പോലെയായിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരിക്കും, മെയിൻ കോഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും മധുരം കഴിക്കാനായിട്ടുണ്ടായിരിക്കും. ഫുഡ് കഴിച്ച് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കായിരുന്നു കേട്ടോ. ഫുഡും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും നല്ലപോലെ ഉറക്കത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ നമ്മുടെ റൂം യൂസ് ചെയ്യണേക്കാളും മുൻപേ തന്നെ വീഡിയോ എടുത്തു വെക്കാം എന്ന് വിചാരിച്ചു. ആർക്കും അങ്ങനെ സംസാരിക്കാനായിട്ടുള്ള ഒരു ഉഷാറ് പോലും ഉണ്ടായിരുന്നില്ല കേട്ടോ. എത്രയും പെട്ടെന്ന് കിടന്നുറങ്ങുക എന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളോട് അവർ 3 സ്റ്റാർ ഓർ 4 സ്റ്റാർ റേഞ്ചിലുള്ള ഹോട്ടലുകളായിരിക്കും തരിക എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പട്ടായ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് തന്നെ വേണം എന്നുള്ളതായിരുന്നു. സോ നമുക്ക് നടന്നു പോയിട്ടായാലും സ്ഥലങ്ങൾ കാണാലോ എന്നുള്ള ഒരു രീതിയിൽ. ഗൈസ്, അപ്പം നമ്മൾ റൂമിലെത്തിയത് എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കില്ല. അവിടെ കുറച്ച് നേരം കിടന്നുറങ്ങി. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു 3 മണിയോടൊക്കെ കൂടിയിട്ട് റൂം എത്തിയിട്ടുണ്ടായിരുന്നു.
ഇപ്പൊ 7 മണിക്കാണ് ഞങ്ങൾക്ക് കൂട്ടാനായിട്ട് ടോട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. ആള് ഭയങ്കര ചില്ല് മനുഷ്യനാണ്. രാവിലത്തെ മനുഷ്യൻ അത്ര അങ്ങോട്ട് ചില്ലല്ലായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട്. അപ്പോൾ അത് കാരണം ആൾ പെട്ടെന്ന് നമ്മളെ കഴിയിച്ച് ഇവിടെ എത്തിക്കുക എന്നുള്ളതായിരുന്നു ആളുടെ ലക്ഷ്യം. അപ്പോൾ ഈ ആള് ഭയങ്കര ചില്ല് മനുഷ്യനാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ പോകാൻ പോകുന്നത് ടോട്ടോ ചേട്ടൻ്റെ ഒപ്പമാണ്. ടോട്ടോന്റെ വണ്ടി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുണ്യാളനെ അനുകരിച്ച പോലെയായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഉൾഭാഗത്ത് ഫുള്ളും ലൈറ്റും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ ഇവിടെ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തായ്ലാൻഡുകാർക്ക് ആർക്കും തന്നെ ഇംഗ്ലീഷ് ഭയങ്കര കാര്യത്തിൽ അറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നത് തായ്ലാൻഡ് ഒത്തിരി ടൂറിസ്റ്റിക് പ്ലേസ് ആയ കാരണം കൊണ്ട് തന്നെ എല്ലാവരും നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇവർക്ക് ഇംഗ്ലീഷ് അത്ര മോശമില്ല. സോ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരോട് സംസാരിക്കാനായിട്ട്. സോ നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ടോട്ടോ നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അയാൾ അത് കാരണം കൊണ്ട് തന്നെ നമ്മൾ ചോദിക്കാൻ സാഹചര്യമുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറൊക്കെ ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് ആൾ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്തെടുത്ത് നമുക്ക് കാണിച്ചു തരുമായിരുന്നു ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ എവിടെ നിന്ന് കയറിയാലും ഇറങ്ങിയാലും ഒക്കെ ഇവർ ഫോട്ടോ എടുക്കും. നമുക്ക് ടിക്കറ്റൊക്കെ എടുത്ത് തന്നതിന് ശേഷം ടോട്ടോ പറഞ്ഞു നമ്മൾക്ക് ഇനിയും ഷോയ്ക്ക് ടൈമുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്തോ, നേരെ ഓപ്പോസിറ്റ് ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട്, അത് പോയി കണ്ടിട്ട് വന്നോളെ. അത് കാണാൻ പോയപ്പോൾ ഭയങ്കര വിചിത്രമായ കാഴ്ചകളായിരുന്നു കേട്ടോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ, ഒരു മുതല കുഞ്ഞിനെയാണ് ഇവർ കറക്കി പൊരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ ഇത് കോമൺ ആണ്, എല്ലാ കടയിലും കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ തായ്ലാൻഡിലെ മെയിനായിട്ടുള്ള വേറൊരു കാര്യമാണ് ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. പലതരം ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ ഭയങ്കര മധുരമാണ് കേട്ടോ ഇവിടുത്തെ പഴങ്ങൾക്കൊക്കെ. മാംഗോയ്ക്ക് ആയാലും അതേപോലെ വാട്ടർമെലൺ, ഇതിനൊക്കെ ഭയങ്കര മധുരമാണ്. അത് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചു. പിന്നെ എന്തൊരു ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് നോക്കിയേ. നമുക്ക് കാണുമ്പോൾ തന്നെ അത് വാങ്ങാനായിട്ട് തോന്നുന്നില്ലേ? എന്തായാലും നമ്മൾ പോകുന്നതിനേക്കാൾ മുൻപ് കുറേയധികം കേട്ടിട്ടുള്ള സംഭവമാണ് ഈ മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരോട് ചോദിച്ചാലും അവർ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ തായ്ലാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും മാംഗോ സ്റ്റിക്കി റൈസ് വാങ്ങിച്ച് കഴിച്ചോളൂ എന്നുള്ളത്. സോ നമ്മൾ വാങ്ങിച്ചു ഒരു മാംഗോ സ്റ്റിക്കി റൈസ്, ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് നോക്കാനായിട്ട് എന്താണ് ഈ സംഭവം എന്നുള്ളത് കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഈ മുകളിൽ കാണുന്നൊരു ചെറിയ ചെപ്പുണ്ടല്ലോ, അതൊരു മൈനേസാണെന്നാണ്. പക്ഷേ അല്ല, കോക്കനട്ട് മിൽക്കാണെന്നുള്ളത് ഇതിൻ്റെ റീലിട്ട് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാർ എന്നോട് പറയുന്നത് കേട്ടോ. പക്ഷേ എനിക്ക് അതിൻ്റെ കോക്കനട്ട് മിൽക്കിൻ്റെ ടേസ്റ്റ് പോലെ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അതും കൂടി കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയത് മാംഗോയ്ക്കും നല്ല മധുരമുണ്ട്, അതേപോലെ റൈസിനും നല്ല മധുരമുണ്ട്. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു മധുരം ഫീൽ ചെയ്യുമല്ലോ. അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. എനിക്ക് ഈ ഒരു പാവക്കുട്ടീനെ കണ്ടപ്പോൾ നമ്മുടെ ദിലീപ് ഗ്രാമഫോൺ എന്ന ഫിലിമിൽ എൻ്റെ ചേട്ടൻ അങ്ങ് എവിടെയാ അമേരിക്കയില എന്ന് പറയില്ലേ, അതാണ് ആ ഒരു സീനാണ് ആ ചേട്ടൻ്റെ തോളിൽ ഈ പാവക്കുട്ടി കൈയിട്ട് നിൽക്കണപ്പോൾ തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഷോ കാണാൻ വേണ്ടി പോയി. ഈ അൽക്കസാർ ഷോ എന്നാണ് ഈ ഷോനെ പറയുന്നത് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. ഇത് 1.5 മണിക്കൂറൊക്കെ ഉണ്ട്. 1.5 മണിക്കൂർ കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റെങ്കിലും നിങ്ങൾ കാണണം. ഇങ്ങനെ എന്താ പറയുക, ന്യൂട്ടി ഡേയിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതും സ്റ്റേജ് ചേഞ്ച് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് കേട്ടോ. പണ്ടത്തെ നാടകങ്ങളൊക്കെ ഇങ്ങനെയാണെന്നാണ് നമ്മളോട് അപ്പനും അമ്മയൊക്കെ പറഞ്ഞത്. അപ്പം അതൊന്നും കാണാനായിട്ട് നമ്മുടെ പഴയ തലമുറയ്ക്ക് പറ്റിയിട്ടില്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണാം. ഒരു പ്രത്യേകതരം രസമാണ്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കോസ്റ്റ്യൂമുകൾ മാറുന്നു, ആൾക്കാർ മാറുന്നു, സ്റ്റേജ് മാറുന്നു. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കരുത് എന്നുള്ളത്. അപ്പം നമ്മൾ ചെന്ന സമയം എന്തായാലും ന്യൂ ഇയർ ടൈം ആയ കാരണം കൊണ്ട് തന്നെ ആ ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും തീമിലുള്ളതിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കുമായിരുന്നു. ഈ ഷോ കഴിയുന്നതോട് കൂടി ഇതിൻ്റെ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു വരയുമ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കും. അത് നമ്മളിങ്ങനെ വിളിക്കും. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ വിളിക്കുന്നതായിരിക്കും. അപ്പം നമുക്കൊരു ഫോട്ടോ എടുക്കാം, തമ്പനയിലൊരു ഫോട്ടോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് നമ്മുടെ അനിയൻ പറയുന്നത്, അതെ ഒരു ഫോട്ടോയ്ക്ക് 100 ഭാഗത്തുനിന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പം തന്നെ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതറിയാത്ത ആൾക്കാർ നേരെ ചെന്ന് അവരൊപ്പം ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും കാശ് കൊടുക്കണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ടുള്ള ആൾക്കാർ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഇടയിൽ തല വയ്ക്കുന്നതിനേക്കാൾ മുൻപ് ചുറ്റും ഒന്ന് നിരീക്ഷിക്കുക, എന്തെങ്കിലും ബോർഡോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൂട്ടാം. അത് കഴിഞ്ഞോടുകൂടി നമ്മുടെ ടോട്ടോ രക്ഷകൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
ഫുഡ് നല്ല ഫുഡായ കാരണം കൊണ്ട് തന്നെ ആർക്കും അങ്ങനത്തെ ക്ഷീണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനോ ഇരിക്കാനോ ഒന്നിനും ഒരു കുഴപ്പമുണ്ടായില്ല. കാരണം എന്തെങ്കിലും പോയി കാണുന്നു, വീണ്ടും ഫുഡ് കഴിക്കുന്നു, പോയി കാണുന്നു, ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ വിശപ്പ് എന്ന് പറയുന്ന സാധനം ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര എനർജറ്റിക് ആയിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആവശ്യാനുസരണം ഫുഡ് കഴിക്കാനും ഉള്ളതുണ്ടായിരുന്നു. കാരണം പോയടുത്ത് എല്ലായിടത്തും ഒരുവിധം ബുഫേ മോഡലായിരുന്നു. സോ നമുക്ക് ഇഷ്ടാനുസരണം എടുത്ത് കഴിക്കാനായിട്ടും പറ്റും കേട്ടോ. അതിൽ വെജിറ്റബിൾ ഉണ്ട്, ചിക്കൻ ഉണ്ട്, അതായത് നോണും ഉണ്ട്, വെജും ഉണ്ട്. ആവശ്യാനുസരണം കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ടോട്ടോ വണ്ടിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഹോട്ടലിലേക്കായിരുന്നു. ഇനിത്തെ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇയറിന്റെ ആഘോഷം കാണാൻ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ന്യൂ ഇയർ കാണാൻ വേണ്ടിയിട്ട് ബീച്ചിന്റെ സൈഡിലേക്ക് പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഏകദേശം എത്ര മണിയായി? 11 മണിയല്ലേ? 11 മണി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ആണ് ഈ ഫയർ വർക്കൊക്കെ നടക്കുന്ന സ്ഥലത്തേക്കുള്ളത്. സോ ഞങ്ങള് എല്ലാരും കൂടി നൈറ്റ് ഒരു ചെറിയ വാക്ക് പോവാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവാമോ എനിക്കറിയില്ല. ഇവിടെ നിറച്ച് ഒച്ചയും ബഹളമൊക്കെയാണ്. പക്ഷെ അടിപൊളിയാണ് കേട്ടോ, ഭയങ്കര വൈബിലാണ് എല്ലാവരും. അപ്പൊ നമ്മള് പോകുന്ന വഴിക്കൊക്കെ ഫയർ വർക്ക് നടക്കുന്നത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടെ എത്തിയിട്ട് കാണാട്ടോ. വേറൊരു കാര്യം നമ്മളോട് ഇവർ പറഞ്ഞത്, ഇവിടെ ന്യൂ ഇയർ ആവുമ്പോൾ എല്ലാവരും പുറത്ത് ഇരുന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതും കഴിക്കുന്നതൊക്കെ കേട്ടോ. അതായത് ഓരോ വീടുകൾക്ക് മുൻപിൽ, അല്ല എന്നുണ്ടെങ്കിൽ ഓരോ കടകൾക്ക് മുൻപിൽ അവിടുത്തെ എംപ്ലോയീസ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കി പുറത്തിരുന്ന് കഴിക്കും. അതാണ് നിങ്ങളിപ്പോൾ ആ കണ്ട പന്നിയുടെ തലയൊക്കെ കേട്ടോ. നമ്മുടെ കാർണിവൽ പോലെ തന്നെ ഇവർ നേരത്തെ കൂട്ടി റോഡും കാര്യങ്ങളും ഒക്കെ ബ്ലോക്ക് ചെയ്യും. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നടന്നു പോവാം എന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മളോട് ഗൈഡ് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നേരത്തെ പോകണം, 12 മണിക്ക് ആവണേക്കാളൊക്കെ കുറേ നേരത്തെ പോകണം, എന്നാലാണ് നിങ്ങൾക്ക് അങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതൊക്കെ. ചെല്ലുമ്പോൾ എല്ലാവരുടെയും ഭയങ്കര സെക്യൂരിറ്റി ചെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കാരണം ഇത്രയധികം ആൾക്കാർ വരുന്നതല്ലേ, അപ്പോൾ അതൊക്കെ നോക്കണ്ടേ. അങ്ങനെ നമ്മൾ ഭയങ്കരമായിരുന്ന സെക്യൂരിറ്റി ചെക്കിൽ കൂടെ ഒക്കെ കടന്നു പോയി. അങ്ങനെ ഒരു വിധത്തിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് നമ്മൾ തിരിച്ച് ഹോട്ടലിലെത്തിയിട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി അടുത്ത ദിവസം വിശേഷങ്ങൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.